നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നതല്ല, ഒന്നുപോലെ കാത്തത്. എന്നിട്ട് എന്നെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ല. സത്യം പറ, എന്തിനെ വീട്ടിൽ വന്നേ? എന്റെ മുറിയിൽ വന്നേ? എന്തീ കാണിക്കുന്നേ? വിടയില്ലേ? നീ കളിച്ച് കളിച്ച് ഇത്രത്തോളം എത്തിയടി. ഇവനെ കട്ടിലടിയിൽ ഒളിപ്പിച്ചിട്ട് നീ എന്റെ അടുത്ത് പതിവ്രത കളിക്കാൻ. എനിക്കറിയില്ല ഇവൻ ഇവിടെ എങ്ങനെയാ വന്നത്. അയ്യോ, കൊല്ലും ഞാൻ തന്നെ. എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയാണല്ലോ ഒന്നളഞ്ഞ്. അയ്യോ, ഇവനെ അറിയില്ലല്ലേ? ഇവനെ പറ്റി നിനക്ക് അറിയില്ലല്ലേ? അറിയാലേ? നിനക്കറിയില്ലടി. അവിടെ നിൽക്കാൻ. ഇനി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനൊന്നും ചെയ്യില്ല അല്ലേ സർ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ ഒരു നിസ്സാര പ്രശ്നത്തിനാണോ നിങ്ങൾ ഇത്രയും ബഹളം ഉണ്ടാക്കിയത്? ഇനി ഒരു പ്രശ്നമില്ല. അതെ അതെ. എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് മനുവിന്റെ കൂട്ടുകാരനായിരുന്നു, വിഷ്ണു. മോളെ, ഞാൻ അസോസിയേഷൻ ഹോളിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവൻ എന്നെ ജ്യോതി, ഐ റിയലി ലവ് യു. എന്നേക്കുമായി മനോനിനെ സ്വന്തമാക്കുകയാണെങ്കിലും അതിനു മുമ്പ് എനിക്ക് ഒരേ ഒരു ദിവസം നശിപ്പിച്ചു നിത്തേച്ചി. നീ കരയല്ലേ? അവൻ എന്നെ ഇല്ലാതാക്കി നിത്തേച്ചി. നീ കരയല്ലേ?
ജീവിതം അമ്മയും തിരിച്ചു വന്ന ഇവിടെ എന്താ സംഭവിക്കാന്ന് നിതീച്ചിക്ക് അറിയില്ല. നീ കരയാതിരിക്കും മോളെ. ഞാനിനി ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ചീത്തയായ പെണ്ണ, നശിച്ച പെണ്ണ. ഞാനിനി ജീവിച്ചിരിക്കില്ല നിത്യേച്ചി. അങ്ങനെയൊന്നും പറയില്ല മോളെ. ഇതാരും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല. എന്റെ മോളെ ആരെ ഉപദ്രവിച്ചത്? ഇവളുടെ ദേഹത്ത് ആരെ തൊട്ടത്? പറയ. അമ്മേ, ഞാനെല്ലാം കേട്ടു. എന്റെ മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ, ഇനി എന്റെ മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നതല്ല, ഒന്നുപോലെ കാത്തത്. എന്നിട്ട് എന്റെ മോളെ ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ല. ആരാ മോളെ തൊട്ടത്? ആരാ നിന്റെ ദേഹത്ത് തൊട്ടത്? വിഷ്ണു. മോനുവിന്റെ കൂട്ടുകാരൻ വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.